നമസ്കാരം. അതെ, മുനമ്പത്ത് പല അത്ഭുതങ്ങളും സംഭവിക്കുകയാണ്. ആദ്യത്തെ അത്ഭുതം, കേന്ദ്ര സർക്കാരോ പാർലമെന്റോ കേരള സർക്കാരോ മുനമ്പം ജനതയോ BJP-യോ ആരും തന്നെ അറിയാതെ പുതിയ വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഒരു 2A എന്നുള്ള ഒരു ഇൻസേർഷനിലൂടെ മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ തൽക്കാലം അത് പ്രാബല്യത്തിൽ വരുത്തുവാൻ സാധ്യമല്ല. കാരണം പുതിയ ഭേദഗതിക്കെതിരായി പല ഹർജികളും സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. അതിൽ 3 ദിവസം തുടർച്ചയായി കോടതി വാദം കേട്ടു. ഇനി ഒരു ഇന്ററിം ഓർഡറിന് വേണ്ടിയിട്ട് അത് റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇന്ററിം ഓർഡർ വന്നതിന് ശേഷം ഏതൊക്കെ വകുപ്പുകളാണ് സ്റ്റേ ചെയ്യപ്പെട്ടത് എന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സെക്ഷനുകൾക്ക് ബാധകമായ ചട്ടങ്ങളുണ്ടാക്കി പാർലമെന്റിൽ പാസാക്കിയാൽ മാത്രമേ മുനമ്പത്തിന് 2A ഉപയോഗം ലഭ്യമാക്കാൻ കഴിയൂ. രാഷ്ട്രീയക്കാരുടെ വേട്ടയാടലിന് ഇരകളായിരുന്നു ഇതുവരെ മുനമ്പത്തെ ജനങ്ങൾ. പല രാഷ്ട്രീയക്കാരും അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അവരുടെ രക്ഷകരായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. പല തെറ്റായ കാര്യങ്ങളും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു. മുനമ്പം ജനതയുടെ ശാശ്വതമായ ഒരു പ്രശ്ന പരിഹാരമല്ല അവർക്കാർക്കും ആവശ്യം. മറിച്ച് ഈ പ്രശ്നം നിലനിൽക്കണം, എന്തെങ്കിലും അനുകൂലമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുതലെടുപ്പ് നടത്തുക, മൈലേജ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ ഗൂഢലക്ഷ്യം. ഏതോ ഒരു സിദ്ദിഖ് സേട്ടു 1950 മുനമ്പത്തെ 404.76 ഏക്കർ വസ്തുവിനെ ഇടപ്പള്ളി SRO-യിലെ 1950 നമ്പർ 2115 പ്രമാണ പ്രകാരം വഖഫായി അള്ളാഹുവിനെ ഡെഡിക്കേറ്റ് ചെയ്തു എന്നും അത് അങ്ങനെ തന്നെയാണ്, അതൊരു വഖഫാണ് എന്ന് 1971 പറവൂർ സബ് കോടതി OS നമ്പർ 53/1967 വിധി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് വഖഫ് ബോർഡ് മുനമ്പംകാർ പോലും അറിയാതെ അവരുടെ വസ്തു വഖഫായി പ്രഖ്യാപിച്ചതും അതിനെ വഖഫ് അസറ്റ് രജിസ്റ്ററിൽ എഴുതി ചേർത്തതും റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ വേണ്ട മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിനെ സമീപിച്ചതും റവന്യൂ വകുപ്പ് അത് നടപ്പിലാക്കിയതും. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ ആകൃഷ്ടനായതും മുനമ്പം ചരിത്രം ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചതും. അതായത് 1950 മുമ്പ് ഈ വസ്തുവിനെ സംബന്ധിച്ച ചരിത്രം എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ 1915 മുതലുള്ള ചരിത്ര രേഖകൾ, രജിസ്റ്റേർഡ് ആയ റെക്കോർഡ്സ് കണ്ടെത്തി പഠിച്ച് പരിശോധിച്ചതിന് ശേഷം ഞാൻ കണ്ടെത്തിയത് 1950 ഈ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മനുഷ്യന് 404.76 ഏക്കർ പോയിട്ട് അവിടെ ഒരു സെന്റ് വസ്തു പോലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി അഥവാ നമ്മൾ അങ്ങനെ വസ്തു ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ചാൽ പോലും ആ വസ്തുവിൽ 11 വയസ്സായ മൈനറായ ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട വസ്തു ആയിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഏത് കോടതിക്കും സമ്മതിക്കേണ്ടി വരും. കാരണം അങ്ങനെ 100% ഉടമസ്ഥാവകാശം ഇല്ലാത്ത ഒരു വസ്തുവിനെ വഖഫ് ആക്കാൻ ഇസ്ലാമിക നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരമ പ്രധാനമായ കാര്യം. എന്നാൽ എൻ്റെ ആ ശ്രമങ്ങൾക്കൊന്നും യാതൊരു ഫലവും കണ്ടില്ല. കാരണം അതിന് കാരണക്കാർ അവിടെ ഈ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന അതിൻ്റെ കൺവീനർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ജോസഫ് പിന്നെയും അയാളുടെ കൂട്ടുകാരും ആയിരുന്നു. സത്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിൽ ഞാൻ അവരെ തീർച്ചയായിട്ടും സമീപിക്കുമായിരുന്നില്ല. 1995 വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡ് ഒരാളുടെ വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ അയാളുടെ മുന്നിലുള്ള ഏക പരിഹാര മാർഗം, ഞാൻ പറയുന്നു ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് ഒരു അപ്പീൽ നൽകുക എന്നുള്ളതാണ്. നമ്മൾ നേരെ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്ക് പോയാൽ പോലും സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ അത് നമുക്ക് തിരിച്ച് ലഭ്യമാക്കാനുള്ള അധികാരങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം അതൊരു വസ്തു തർക്കമാണ്. ഒരു വസ്തു തർക്കം എപ്പോഴും ഒരു സിവിൽ കോടതിയിലൂടെ മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂ. എന്നിരുന്നാൽ പോലും 2019 മെയ് മാസം 20 വഖഫ് ബോർഡ് മുനമ്പം വസ്തുവിനെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു. എങ്കിലും ഈ ഭൂ സംരക്ഷണ സമിതി ഒരിക്കലും ഈ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നില്ല.
ഫറൂഖ് കോളേജ് മാത്രമാണ്, കാരണം ഫറൂഖ് കോളേജിൽ നിന്നാണ് മുനമ്പക്കാർ വസ്തു വാങ്ങിയത്. ഫറൂഖ് കോളേജ് മാത്രമാണ് 2 അപ്പീലുകൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ സമർപ്പിച്ചത്. ഒന്നെന്താണ് ഈ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചതിന് എതിരെ, രണ്ടെന്താണ് ആ വസ്തുവിനെ വഖഫ് അസറ്റ് രജിസ്റ്ററിൽ വഖഫ് വസ്തുവായി രജിസ്റ്റർ ചെയ്ത് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തിയതിന് എതിരെ. അങ്ങനെ 2 അപ്പീലുകളാണ് ഈ ഫറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിൽ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ഭൂസംരക്ഷണ സമിതി ആ കേസുകളിൽ പോയി ഒന്ന് കക്ഷി ചേരാൻ പോലും തയ്യാറായില്ല. ഏകദേശം 610ഓളം പാവപ്പെട്ട ആൾക്കാരുടെ ജീവിത പ്രശ്നം ആയിരുന്നതിനാൽ ഞാൻ അവരോട് നിരന്തരം വഖഫ് ട്രൈബ്യൂണലിനെ എത്രയും വേഗം സമീപിക്കൂ എന്ന് പറഞ്ഞു. എത്രയും വേഗം സമീപിക്കൂ എന്ന് പറഞ്ഞതിന് കാരണം, അഥവാ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞു എന്നിരിക്കട്ടെ, 95-ലെ നിയമപ്രകാരം അത് അന്തിമമാണ്. അതിനെതിരെ ഒരു അപ്പീൽ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കോടതിയിലും കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയും വേഗം വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കൂ എന്ന് ഞാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഭൂസംരക്ഷണ സമിതി അതിന് യാതൊരു വിധത്തിലുള്ള വിലയും നൽകിയിരുന്നില്ല. അങ്ങനെ ഗതികെട്ടിട്ടാണ്, മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജനുവരി മാസം 25-ാം തീയതി ജനം TV-യിൽ എൻ്റെ കൺട്രോൾ വിട്ടിട്ട് കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ ദയവായി അതൊന്ന് കാണുക. ബിച്ചു കുര്യൻ തോമസ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയില്ലേ? മുനമ്പത്തെ 104 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയതാണ്. ഈ ഭൂമി കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലേ? ഈ കമ്മീഷന് ഇതിന് വഖഫാണോ അല്ലയോ തീരുമാനിക്കാനുള്ള യാതൊരു അവകാശമോ അധികാരമോ ഇല്ല. അപ്പോ നമ്മുടെ വഖഫ് ആക്ട് അത് ഡ്രാക്കോണിയൻ ആകട്ടെ അല്ലെങ്കിൽ ഭരണഘടനാപരമാകട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ 2 ശക്തികൾക്ക് മാത്രമേ ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. അത് ഫസ്റ്റ് വന്നിട്ട് വഖഫ് ബോർഡ്, ഇഫ് ദേ ഹാവ് റീസൺസ് ടു ബിലീവ്, അവർക്ക് തീരുമാനിക്കാം. അത് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരേ ഒരു ശക്തി വന്നിട്ട് വഖഫ് ട്രൈബ്യൂണൽ മാത്രമാണ്. അതിന്റെ മുമ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ വസ്തു ഒരു വഖഫാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വഖഫ് ബോർഡും ഫറൂഖ് കോളേജും തമ്മിൽ നടക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ സങ്കടത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനമ്പത്തെ ജനത്തോട് ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് കാല് പിടിച്ചു പറയുന്നു, എത്രയും വേഗം നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ പോകൂ. അവരുടെ ഭാഗ്യത്തിന് ഈ നിമിഷം വരെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി ഇത് വഖഫാണെന്ന് പറഞ്ഞിട്ട് പറയാത്തത് ഇവരുടെ ഭാഗ്യം മാത്രമാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ പിന്നെ ഒരു വാതായനങ്ങളും തുറക്കപ്പെടില്ല ഇപ്പോഴത്തെ നിയമപ്രകാരം. 2, ഈ മുനമ്പത്തുകാർ അവിടെ സമരം നടത്തുന്നത് ബുദ്ധിയില്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് പറയുന്നതിൽ വിഷമമൊന്നുമില്ല, കാരണം അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് പേഴ്സണൽ ലെവൽ. ഞാൻ അവരുടെ മുൻ ആധാരങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോ 1950 നവംബർ മാസം 1-ാം തീയതിയാണ് സിദ്ദിഖ് ചെട്ടു ഒരു വഖഫ് ഉണ്ടാക്കിയെന്ന് ഇപ്പം വഖഫ് സംരക്ഷണ സമിതിക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷെ വഖഫ് ഉണ്ടാക്കണമെങ്കിൽ ആ വസ്തുവില് ആ വ്യക്തിക്ക് 100% ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. പക്ഷേ അന്ന് ആ വസ്തുവില് 11 വയസ്സ് മാത്രം പ്രായമുള്ള ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് അവകാശം ഉണ്ടായിരുന്ന വസ്തുവിനെയാണ് ഈ വഖഫ് ബോർഡുകാര് ഇപ്പൊ വന്നിട്ട് സിദ്ദിഖ് ചെട്ടു വഖഫ് ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോ 100% അവകാശമില്ലാത്ത ഒരു വസ്തുവിനെ വഖഫാക്കാൻ പറ്റും എന്ന് ഒരു മുസ്ലിം മത പണ്ഡിതനും പോലും പറയത്തില്ല. ഇത്രയും വസ്തുനിഷ്ഠമായിട്ട് ഈ കാര്യങ്ങൾ ഈ മുനമ്പങ്കാർക്ക് വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ അവതരിപ്പിക്കാമെന്നിരിക്കെ അവര് വെറുതെ ഈ രാഷ്ട്രീയക്കാരെ പറയാൻ പോവുക. അവര് ഇതുവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഏക രക്ഷാമാർഗം കിടക്കുന്നത് വഖഫ് ട്രൈബ്യൂണലിലാണ്. അവർ ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ആരുടെയോ ഭാഗത്തിന് ഇതുവരെ വഖഫ് ട്രൈബ്യൂണലിൽ വഖഫായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ ഇവർക്കൊക്കെ കടലിൽ ചാടാൻ മാത്രമേ പറ്റൂ, വേറെ ഒരു രക്ഷയില്ല. നിയമപരമായിട്ട് അവരുടെ മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ടത് ഈ കേരള സർക്കാരിനോ ഈ കേന്ദ്ര സർക്കാരിനോ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കാൻ കഴിയില്ല എന്ന പച്ച പരമാർത്ഥം മുനമ്പത്തെ സാധാരണ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഈ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ അവരുടെ കുറെ നേതാക്കന്മാരുണ്ട്. എല്ലാ നിയമവും കരയിൽ കുറിച്ചിരിക്കുന്നതാണ് അവരുടെ വിചാരം. പറഞ്ഞാൽ കേൾക്കത്തില്ല. അവർക്ക് അവരുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രം അവർ കേൾക്കും. പക്ഷേ അതോട് കൂടി എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 610 കുടുംബങ്ങളും ഭാവിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ അവിടുത്തെ ഈ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ, അത് ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ നേതാക്കൾക്ക് മാത്രമായിരിക്കും എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഭൂസംരക്ഷണ സമിതി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ തയ്യാറായി.
കാരണം ഹൈക്കോടതിയിൽ കുറെ കേസുകളൊക്കെ ഇവർ കൊടുത്തിരുന്നു. കാരണം ഇതാണ്, ഞങ്ങൾക്ക് ഈ കരമടയ്ക്കാനുള്ള അവകാശം കിട്ടണം. വസ്തു ആരുടേതാണ്? വഖഫ് ബോർഡിൻ്റെത്. അതിൽ ഞങ്ങൾക്ക് വെറുതെയെങ്കിലും ഒന്ന് കരമടയ്ക്കാനുള്ള അനുവാദം തരണം എന്നും പറഞ്ഞിട്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അവിടെ നിന്നും തന്നെ ഒന്നും കിട്ടാതെ ആയ ഒരു അവസ്ഥയിലും കൂടി ആയിരുന്നു അവർ. അങ്ങനെ അവർ ഒരു മുന്തിയ വക്കീല്, ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു വക്കീൽ, അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സിവിൽ കേസുകൾ കൈകാര്യം ചെയ്തിട്ടില്ല. സർവീസ് കേസുകളിൽ ബഹുമിടുക്കനാണെന്നാണ് ഞാൻ അറിഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം മുഖാന്തരം അവർ വഖഫ് ട്രൈബ്യൂണലിൽ ഈ ഫറൂഖ് കോളേജ് കൊടുത്തിരുന്ന 2 അപ്പീലുകളിൽ ഒന്നിൽ പോയി കക്ഷി ചേർന്നു. അതായത് ഈ സംരക്ഷണ സമിതിക്കാർക്ക് അവിടെ എത്ര കേസുണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല, അവരുടെ വക്കീലിനും അറിയില്ലായിരുന്നു അവിടെ എത്ര കേസ് പെൻഡിങ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്തുമാത്രം സൂക്ഷ്മതയോടെയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ഗൗരവത്തോടെ ആണ് അവർ ഈ കേസുകളെ സമീപിച്ചിരുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഈ ഭൂസംരക്ഷണ സമിതിയുടെ കേസ് നടത്തുന്ന രീതി മനം നൊന്നിട്ടാണ് ഞാൻ ആ വിഷയത്തിൽ നിന്നും പിൻവാങ്ങിയത്. അങ്ങനെ ഇരിക്കെയാണ് മുനമ്പത്തുള്ള ജോസഫ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വഖഫ് ട്രൈബ്യൂണലിലെ 2 കേസുകളിലും വ്യക്തിപരമായി കക്ഷി ചേർന്നതിന് ശേഷം എന്നെ സമീപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു, സാറ് ഈ കേസൊന്ന് എനിക്ക് വേണ്ടി നടത്തി തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. കാരണം ഈ കേസിൽ യാതൊരു രീതിക്കും ഇന്റർഫിയർ ചെയ്യാൻ വരരുത്. ഞാൻ എൻ്റെ രീതിക്ക് ഈ കേസ് നടത്തും. വിധി എങ്ങനെയായിരിക്കും, വിധി വരുന്ന സമയത്ത് മാത്രം ആയിരിക്കണം നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അത് അദ്ദേഹം സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി ഞാനാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതും. അതിന്റെ ഫലമാണ് ഇന്നലെ കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് 2 ഹർജികൾ പരിഗണിച്ച ശേഷം പറഞ്ഞ കോമൺ ജഡ്ജ്മെന്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഈ സെബാസ്റ്റ്യന്റെ പ്രവർത്തനത്തിന് ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. എന്തായിരുന്നു ഇന്നലത്തെ കേസ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാരണം ഈ വഖഫ് ട്രൈബ്യൂണലിൽ നടന്ന 2 കേസുകൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അവിടുത്തെ ജില്ലാ ജഡ്ജി രാജൻ തട്ടിൽ വളരെ ഇൻട്രസ്റ്റോടു കൂടി, അത്യുത്സാഹത്തോടു കൂടി നിരന്തരം വാദം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു കോമൺ മാന് മനസ്സിലാവും എന്തോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് എന്തോ സംശയം തോന്നിയിട്ട് വഖഫ് ബോർഡ് വളരെ ന്യായമായ ഒരു ആപ്ലിക്കേഷൻ ഈ ട്രൈബ്യൂണലിൽ കൊടുത്തു. അതായത് 1971 പറവൂർ സബ് കോടതി വിധി, അതിന്റെ ഫയൽ ഈ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തണം. തീർച്ചയായിട്ടും ന്യായമായ ഒരു ആവശ്യമായിരുന്നു. ഒരു പ്രോപ്പറായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു വിധി പറയാനാണെങ്കിൽ എല്ലാ കക്ഷികൾക്കും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ, വിളിച്ചു വരുത്താൻ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഒരു കോടതി ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ കോടതി ഇത് ചെയ്തു, 2 വാക്കിൽ അതിനുള്ള ഓർഡർ, ഹേർഡ്, കേട്ടു, ഡിസ്മിസ്ഡ്, തള്ളിക്കളഞ്ഞിട്ട്. ഏത് വിധിയും പറയുമ്പോൾ അതിനുള്ള കാരണം കൂടി പറയണം. ഇവിടെ അതുണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഈ കേസിൽ വാദം കെട്ടി വിധി പറയണം. പിന്നെയുള്ള കാര്യങ്ങൾ എന്തായാലും കുഴപ്പമില്ല. ഹൈക്കോടതിയിലോട്ട് പോയിട്ട് ഹൈക്കോടതി തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, ഈ സുപ്രീം കോടതി തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. അതിനെതിരെയാണ് വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ 38-ാം നമ്പർ കേസിൽ ട്രൈബ്യൂണൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തൽക്കാലം അതിന്റെ നടപടികൾ സ്റ്റേ ചെയ്യണം. ഹൈക്കോടതി തീർച്ചയായിട്ടും സമ്മതിച്ചു. അതോടുകൂടി ഈ രാജൻ തട്ടിലിന്റെ വിധി പറയാനുള്ള വ്യഗ്രതയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ വീഴുകയുണ്ടായി. തുടർന്ന് ഈ സിദ്ദിഖ് സേട്ടുവിന്റെ മകൻ ഹൈക്കോടതിയിൽ വന്നിട്ട് 2ാമത് മറ്റൊരു ഹർജി കൊടുത്തിരുന്നു. അതെന്താണ്, ഈ സെബാസ്റ്റ്യൻ ജോസഫ് അവിടെയുള്ള 2 കേസുകളിലും വ്യക്തിപരമായി കക്ഷി ചേർന്നു. അതിൽ ഒരു കേസിൽ മാത്രം കക്ഷി ചേർന്നത് ചോദ്യം ചെയ്തതുകൊണ്ട് 2 കേസിലും യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടതായിരുന്നു, അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. എന്തായാലും ഒന്നിനെ മാത്രം എതിർത്തുകൊണ്ട് അയാളും ഹൈക്കോടതിയിലെത്തി. ആ 2 കേസുകളും കൂടിയാണ് ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചത്. അപ്പോ ഈ ജോസഫ് സെബാസ്റ്റ്യന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തായ വക്കീലിനെയാണ് ഞാൻ അവിടെ ഹാജരാക്കിയിരുന്നത്. അപ്പോൾ എന്താണ് കോടതിയുടെ മുന്നിലുള്ള ഒരേ ഒരു പ്രശ്നം, ഈ ട്രൈബ്യൂണലിന്റെ മറ്റേ ഹേർഡ് ആൻഡ് ഡിസ്മിസ്ഡ് ശരിയാണോ അല്ല എന്ന് കോടതിക്ക് പറഞ്ഞാൽ മതി. 2ാമത് എന്താണ്,
ഈ ജോസഫ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി കക്ഷി ചേർന്നത് ശരിയാണോ തെറ്റാണോ അതും തീരുമാനിച്ചാൽ മതി. പക്ഷെ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി മുനമ്പം ജനത്തെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നലെ ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടി ഹാജരായ ജോർജ് പൂന്തോട്ടത്തിനോട് കോടതി ചോദിച്ചത്, നിങ്ങളുടെ കക്ഷികൾ നിൽക്കുന്ന ഭൂമിയിൽ നിന്നും അവരുടെ കാല് വെട്ടിമാറ്റാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ട്രയൽ കോടതികളിൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മണ്ടത്തരങ്ങൾ നിങ്ങൾ ഈ കോടതി മുമ്പാകെ വിളമ്പുന്നത്. ജഡ്ജി പറഞ്ഞു, ഞാൻ എൻ്റെ അഭിഭാഷക വൃത്തി ചെയ്തിരുന്ന സമയങ്ങളിൽ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും സിവിൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാൻ ജഡ്ജായത്. അതുകൊണ്ട് ദയവായി എന്നെ പഠിപ്പിക്കാൻ വരരുത്. അപ്പൊ ഇന്നലെ പൂന്തോട്ടം അവിടെ ഹാജരായതെന്തിനാണ്? അദ്ദേഹം മറന്നുപോയല്ലോ ഒരു കേസിൽ കക്ഷി ചേരാൻ അദ്ദേഹത്തിന്റെ കക്ഷികളെ. അപ്പോ ഈ രണ്ടാമത്തെ കേസിൽ കൂടി എന്റെ കക്ഷികളെ കക്ഷി ചേർക്കണം എന്നും പറഞ്ഞിട്ടാണ് ഇന്നലെ അവിടെ പോയിരുന്നത്. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങളുടെ കക്ഷി പേരെന്താണ്? അദ്ദേഹത്തിന് ആ പേര് പോലും പറയാൻ സാധിച്ചില്ല. പിന്നെ കൂടെ നിന്ന ഒരു പെൺകുട്ടിയാണ് അതെന്തൊക്കെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇത്രയും സമർത്ഥമായ രീതിയിലാണ് അദ്ദേഹം മുനമ്പം കേസ് കൈകാര്യം ചെയ്യുന്നത്. വീണ്ടും അദ്ദേഹം എന്തൊക്കെയോ വിഡിത്തരങ്ങൾ പുലമ്പിയപ്പോൾ കോടതി പറഞ്ഞു, സി മിസ്റ്റർ സോ ആൻഡ് സോ, നിങ്ങൾ നിങ്ങളുടെ തോക്കെടുത്ത് ഞങ്ങളെ കാണിക്കരുത്. നിങ്ങൾ തോക്കെടുത്ത് കാണിച്ചാൽ ഞങ്ങൾ സ്റ്റെൻഗനെടുത്ത് നിങ്ങളെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റ് പ്രൂഫ് കോട്ട് പോലും ഉണ്ടായിരിക്കില്ല. അത് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കക്ഷികൾ ആയിരിക്കും. എനിക്ക് ഈ കേസ് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് എന്നെ ഇനി പഠിപ്പിക്കാൻ വരരുത്. ഞാൻ യുക്തമായ ഒരു വിധി മുനമ്പത്തെ ജനങ്ങളുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്ന് കോടതി പറഞ്ഞു. ഇതുപോലെ ആരെങ്കിലും കൊടുത്ത കേസിലൊക്കെ പോയി കക്ഷി ചേർന്നത് കൊണ്ട് മുനമ്പത്തെ ജനതയ്ക്ക് ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ തെറ്റായ നിയമോപദേശമാണ് ഇതുവരെ നിങ്ങളുടെ കക്ഷികൾക്ക് കൊടുത്തിരുന്നത്. അവരെ കൊണ്ട് നിങ്ങൾ പുതിയ കേസ് ഫയൽ ചെയ്യിപ്പിക്കുക ആയിരുന്നു വേണ്ടിയിരുന്നത്. നിങ്ങൾ ഓർക്കണം, സെബാസ്റ്റ്യൻ ജോസഫ് ഈ രണ്ട് കേസുകളിലും കക്ഷിയാകുന്നതിന് മുമ്പ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. അതിൽ പോയി കക്ഷി ചേർന്നതിന് ശേഷമാണ് എന്നെ ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു കേസ് കൊടുക്കാനുള്ള അതിനുവേണ്ടിയുള്ള ഡ്രാഫ്റ്റിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്കുള്ള ഒരു ഭയം എന്ന് പറയുന്നത് 6 വർഷം കഴിഞ്ഞു. ഇനി ട്രൈബ്യൂണലിൽ കൊണ്ട് ചെല്ലുമ്പോൾ ട്രൈബ്യൂണലിൽ കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞ് അത് അഡ്മിറ്റ് ചെയ്തില്ല എങ്കിലോ പിന്നെ നമ്മൾ ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതിയും അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ നാം കണ്ടെത്തിയ അതീവ പ്രാധാന്യമുള്ള രേഖകൾ കോടതി മുമ്പാകെ സമർപ്പിക്കാൻ കഴിയുകയും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വളരെ സമർത്ഥമായിട്ട് കോടതിയുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും 1975 ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു കണ്ടെത്തലുണ്ട്. എന്താണ്? വി ആർ ആൾസോ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സിദ്ദിഖ് സേട്ടു ഹൂ വാണ്ടഡ് ടു മേക്ക് എ ജനറസ് ഗിഫ്റ്റ് ടു ദ കോളേജ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ദാനം നടത്തിയത് ഫറൂഖ് കോളേജിന്റെ പേരിലായിരുന്നു, അള്ളാഹുവിന്റെ പേരിൽ ആയിരുന്നില്ല. എങ്കിൽ മാത്രമേ അവിടെ വഖഫ് ഉണ്ടാവൂ. അപ്പോൾ 1971 പറവൂർ സബ് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് കോടതിയെ കൊണ്ട് പറയിക്കാൻ ഒരു ശ്രമമായിരുന്നു ഈ കേസിൽ ഇന്നലെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഒരു രേഖയായി സമർപ്പിച്ചത് ഈ സെബാസ്റ്റ്യൻ ജോസഫിന് വേണ്ടിയുള്ള അഡ്വക്കേറ്റ് രാഹുൽ വേണുഗോപാൽ ആയിരുന്നു. അതിനുശേഷം അതിൽ നമ്മൾ വീണ്ടും പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിയുടെ 1975 ഇത് ഒരു ഫറൂഖ് കോളേജിന് വേണ്ടിയുള്ള ദാനമാണെന്ന് കണ്ടെത്തിയതിനെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ അമ്മ ഈ വസ്തു ഫറൂഖ് കോളേജിൽ നിന്നും വാങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിക്ക് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തിരക്കേണ്ടി വരും, സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അവിടെ പരിഗണനയ്ക്ക് വന്നത്. അപ്പോൾ കോടതി ഇതുവരെ നാം ഓർക്കേണ്ടത് ഈ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് ബോർഡും ഒക്കെ വളരെ തെറ്റായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 1971 പറവൂർ കോടതി ഈ വസ്തുവിനെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു എന്ന്. തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു എന്ന് അതിന്റെ ആൾക്കാരൊക്കെ ഈ ചാനൽ ചർച്ചകളിലും മറ്റും നിരന്തരം വിളിച്ചു പറയുന്നത് നമ്മളേവരും കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ കോടതികളിലും അവർ ഇതാണ് അത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ വളരെ സമർത്ഥമായിട്ട് നമ്മൾ തന്നെ ആ ജഡ്ജിമെന്റിനെ പ്രതീക്ഷിച്ചു.
അതിലേക്ക് കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവന്നു. കോടതിക്ക് അത് ശ്രദ്ധിക്കേണ്ടി വന്നു. എന്നിട്ട് കോടതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു സെന്റൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ പ്രധാനമായ കാര്യം ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ദ ഇഷ്യൂ ഓഫ് ടൈറ്റിൽ ഈസ് ലെഫ്റ്റ് ഓപ്പൺ. അതായത് ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും നമ്മൾ തീർച്ചപ്പെടുത്തുന്നില്ല. കാരണം ഇതൊരു ഇൻജങ്ഷൻ സൂട്ട് മാത്രമാണ്. അതിൽ ഉടമസ്ഥൻ ആരാണെന്നുള്ളതിന് പ്രാധാന്യം ഇല്ല. കൈവശക്കാരൻ ആരാണ് എന്നുള്ളതിന് മാത്രമാണ് പ്രാധാന്യം. അതായത് എന്റെ വസ്തു ഞാൻ ഒരാൾക്ക് ലീസിന് കൊടുക്കും, അപ്പോൾ ഞാനാണ് ഉടമസ്ഥൻ, അദ്ദേഹം വാടകക്കാരൻ മാത്രമാണ്. ആ വസ്തുവിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറിയാൽ അദ്ദേഹത്തിനും കോടതിയെ സമീപിക്കാം. അദ്ദേഹം ഉടമസ്ഥൻ ആകണം എന്ന നിർബന്ധം ഇല്ല. അദ്ദേഹത്തിന്റെ കൈവശം ആ വസ്തു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിലെ ഒരു ഇൻജങ്ഷൻ സൂട്ടുമായിട്ട് പോകാം. അതേ കാര്യമാണ് 1967 കേസിൽ പറവൂർ കോടതിയിൽ നടന്നത്. അത് കോടതി കണ്ടെത്തി, ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അതോടെ ഇതുവരെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡിന്റെയും വഖഫ് അനുകൂലികളുടെയും ഒക്കെ ഈ ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു എന്നുള്ള വാദത്തിന്റെ അടിവേരാണ് ഇന്നലെ കോടതി അറുത്തുകളഞ്ഞത്. രണ്ടാമതായിട്ട് ഈ കക്ഷി ചേരലിനെ സംബന്ധിച്ച് കോടതി പറഞ്ഞു, ആരും തന്നെ മറ്റാരെങ്കിലും കൊടുത്ത കേസിൽ പോയി കക്ഷി ചേർന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. കാരണം അവരുടെ പ്ലീഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ മാത്രമേ സാധിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജോസഫ് സെബാസ്റ്റ്യൻ കക്ഷി ചേർന്ന നടപടി കോടതി മരവിപ്പിച്ചു. എന്നിട്ട് കോടതി ജോസഫ് സെബാസ്റ്റ്യൻ എന്താണ് കൊടുത്തതെന്നറിയാം? നിങ്ങൾ കക്ഷി ചേരണ്ട, പക്ഷേ നിങ്ങൾ നേരിട്ട് പോയിട്ട് പുതിയ കേസ് വേണമെങ്കിൽ കൊടുത്തോളൂ. എന്നിട്ട് കോടതി പറഞ്ഞു, സ്വാഭാവികമായിട്ടും അവിടെ ഈ ഡിലേയുടെ പ്രശ്നം വരും. അങ്ങനെയും ഒരു പ്രശ്നം വരാൻ പാടില്ല എന്ന് ഹൈക്കോടതി തന്നെ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ കേസ് അതിന്റെ അണിയറയിലാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ കേസ് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. ധൈര്യമായിട്ട് കൊണ്ട് കേസ് ഫയൽ ചെയ്യാം. കാരണം എന്താണ്, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പോയി ഫയൽ ചെയ്ത് കൊള്ളാൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോടതി പറഞ്ഞു ഇനി നേരത്തെ ഫറൂഖ് കോളേജ് കൊടുത്ത കേസ് ഇപ്പൊ മുനമ്പത്ത് ആരൊക്കെ ചേർന്നൊരു കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഈ ജോസഫ് സെബാസ്റ്റ്യൻ കൊടുക്കാൻ പോകുന്ന കേസ് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റ കേസായിട്ട് ട്രൈബ്യൂണൽ പരിഗണിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ആര് എവിടെ കക്ഷിയാണ് കക്ഷിയല്ല എന്നുള്ളതൊക്കെ നിർവീര്യമാകും. അതിനൊന്നും ഒരു പ്രാധാന്യവും കാണില്ല. ഈ എല്ലാ കേസും ഒന്നാണ്. അപ്പോൾ ഇന്നയാൾ ഇന്ന കേസിൽ കക്ഷിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഒന്നും തന്നെ അവിടെ ഇനി ഉദിക്കില്ല. പുതിയ ഭേദഗതി നിയമം പാസ്സാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞു, ഈ നിയമം ഇതുപോലെ പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 2A ആ ഒരു പുതിയ ഇൻസെർഷന്റെ വെളിച്ചത്തിൽ മുനമ്പം വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടും. എന്നാൽ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ പറയുന്നു പ്രശ്ന പരിഹാരം ഉണ്ടാകില്ല. അവരുടെ വക്കീലായ സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പ്രസ്താവന കൊടുക്കുന്നു, 2A കൊണ്ട് മുനമ്പത്തിന് പരിഹാരം ഇല്ല. എന്താണ് കൂട്ടുകാരെ ഇതിൻ്റെയൊക്കെ ഉള്ള പുറകിലുള്ള ഗൂഢലക്ഷ്യം? അതായത് ഈ ഭൂസംരക്ഷണ സമിതിക്കും അവരെ നയിക്കുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഈ വിഷയത്തിൽ ഉള്ള കക്ഷികളും ഒക്കെ ചേർന്ന് ഈ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്, മുനമ്പൻ ജനത ഒരു കേസ് ജയിച്ചിട്ട് അതിലൂടെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പാടില്ല. കണ്ടാൽ എന്ത് സംഭവിക്കും? വഖഫ് ബോർഡിന് പിന്നെ ഒരു സെന്റ് വസ്തു പോലും കിട്ടില്ല. മുനമ്പൻ ജനതയ്ക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഞമ്മന്റെ പാക്കറ്റ് വീർക്കില്ലല്ലോ. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഖഫായി നിയമപരമായി മാറുക. ട്രൈബ്യൂണലായാലും ശരി, ആരായാലും ശരി, ഇതൊരു വഖഫായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാർ ഇറക്കി വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറയും, ശരി അവരെ ഇറക്കി വിടണ്ട, ഞങ്ങൾക്ക് പകരം വസ്തു തന്നാൽ മതി, 500 ഏക്കർ കാസർഗോഡ് തന്നാൽ മതി, അവര് ഹാപ്പി. എന്നിപ്പോ സർക്കാർ പറയുന്നതും ഈ ഒരു ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറയുന്നതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് പ്രശ്നം പരിഹരിക്കാമെന്നാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ലജ്ജയാണ് തോന്നുന്നത്. കാരണം ഈ വസ്തു ഒരു വഖഫായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആവാരവൃദ്ധം ജനങ്ങളും കടന്നുകയറ്റക്കാരാണ്, ഒരു കുറ്റക്കാരാണ്.
അവരെ ജയിലിലിടാൻ വരെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ ഉണ്ട് എന്നിരിക്കെ ഈ വസ്തു ഏറ്റെടുക്കൽ പബ്ലിക് പർപ്പസിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോ ഈ കടന്നുകയറ്റുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വസ്തു ഏറ്റെടുത്ത് തിരിച്ചവർക്ക് തന്നെ കൊടുത്താൽ എന്നെ പോലെയുള്ള ആരെങ്കിലും ഹൈക്കോടതിയിൽ പോയി ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. സർക്കാരിന്റെ ഈ നടപടി തെറ്റാണ്. കാരണം ഇവർ കുറ്റക്കാരാണ്. കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വസ്തു ഏറ്റെടുക്കാൻ സർക്കാരിന് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മുനമ്പൻ ജനത വീണ്ടും കുഴിയിലാവുകയും വഖഫ് ബോർഡ് അവർക്ക് കിട്ടിയ 500 ഏക്കറുമായിട്ട് സ്ഥലം വിടുകയും ചെയ്യും. രണ്ടാമതായിട്ട് എനിക്ക് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാറിനോട് പറയാനുള്ളത്, ഒരു വസ്തു ഏറ്റെടുക്കുന്ന ആ വിഷയം വരുമ്പോൾ അതിന്റെ കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആണ്. പ്രൊവൈഡ് അവിടെ വേറെ ഒരു കേസും നിലനിൽക്കുന്നില്ല. ആ ഒരു അവസരത്തിൽ മാത്രമേ കളക്ടർക്ക് കോമ്പറ്റന്റ് അതോറിറ്റി ആകാൻ പറ്റൂ. പക്ഷേ ഇതേ വസ്തുവിനെ സംബന്ധിച്ച് ഒരു തർക്ക വിഷയം, ഒരു കേസ് ഏതെങ്കിലും കോടതിയിൽ നിൽക്കുകയാണ് എങ്കിൽ ആ കോടതിയാണ് കോമ്പറ്റന്റ് അതോറിറ്റി. കോടതി ആദ്യം തീരുമാനിക്കണം വേണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇതും ഒരു നിയമപരമായ വിഷയം ആയിരിക്കെ മുനമ്പം ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരും പറയുന്നു വസ്തു ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കാം. ഇതൊന്നും സാധ്യമായ കാര്യങ്ങൾ അല്ല തന്നെ. അപ്പോ ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു, സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതില്. അപ്പോൾ അടുത്ത ഒരു ന്യായം താമസം കണ്ടെത്താൻ ചെയ്ത പണിയാണ് സർക്കാർ ഇപ്പൊ പോയിട്ട് സുപ്രീം കോടതിയിൽ കേസ് കക്ഷിയാകുന്നത്. ഇനി പറയാൻ പോകുന്ന അടുത്ത ന്യായം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ടൊക്കെ കിട്ടി, എന്നാലും ഞങ്ങൾക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി എന്ന് പറഞ്ഞിട്ട് ടൈം ദീർഘിപ്പിച്ച് അടുത്ത ഇലക്ഷൻ വരെ താമസിപ്പിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭൂസംരക്ഷണ സഭയുടെ ഗൂഢ ലക്ഷ്യം എന്താണ്? ഇതിനെ ഒരു വഖഫായി പ്രഖ്യാപിക്കുക. അതിനുശേഷം വഖഫ് ബോർഡിന് കോമ്പൻസേഷൻ കിട്ടുമല്ലോ, അതിൽ നിന്ന് കുറച്ച് കോടികൾ പോക്കറ്റിൽ ഇടുക, സ്ഥലം വിടുക. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരാൾ ഹൈക്കോടതിയിൽ പോവുകയാണ്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കൂടി വീണ്ടും മുനമ്പത്തെ ജനങ്ങൾ വെള്ളത്തിലാവും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ വസ്തു ഏറ്റെടുത്തു എന്ന് തന്നെ വിചാരിക്കുക, ഈ തിരിച്ചു കൊടുക്കാൻ പോകുമ്പോഴേ 10 ഏക്കർ ഉള്ളവന് 10 ഏക്കർ, 10 സെന്റ് ഉള്ളവന് 10 സെന്റ്, 5 സെന്റ് ഉള്ളവന് 5 സെന്റ്, 1 ഏക്കർ ഉള്ളവന് 1 ഏക്കർ, അങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പൊ എന്താണ്? കൂടുതൽ കയ്യേറിയ, കൂടുതൽ കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് കൂടുതൽ പ്രതിഫലം. കുറച്ച് കുറ്റം, അതായത് 5 സെന്റ് കയ്യേറിയവന് കുറച്ച് 5 സെന്റ് മാത്രം. അത് ഇവിടുത്തെ ന്യായമാണ്. വലിയ കുറ്റക്കാരന് വലിയ പ്രതിഫലവും, കുറച്ച് കുറ്റം ചെയ്ത ആൾക്കും കുറച്ച് പ്രതിഫലവും. അങ്ങനെ ഏതെങ്കിലും നിയമത്തിൽ ഒരു വ്യവസ്ഥ ഉള്ളതായിട്ട് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പോലും പറ്റുമോ? പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഭൂ സംരക്ഷണ സമിതിയുടെ നേതാവിന്റെ കയ്യിൽ നിന്ന് ഈ ബാറ്റൻ കൈമാറി ആമ്പിള്ളേർ അടിച്ചോണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോ കേസ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2A രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതോടെ ഈ കേസിന് പോലും പ്രസക്തി ഇല്ലാതാവും. കാരണം വഖഫ് ബോർഡിന് ഇതേ വസ്തുവിൽ തന്നെ ഒരിക്കലും അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ 2A തന്നെ നിയമപരമായി നിലവിൽ വരുമ്പോൾ ഈ വഖഫ് ബോർഡ് ഈ വസ്തു ഏറ്റെടുത്തതൊക്കെ സ്വമേധയാ ഇല്ലാതാവുകയും മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു പുതിയ കേസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ രേഖകൾ ഒക്കെ വെളിച്ചത്ത് വന്ന് ഒരു കോടതിയിൽ സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ അതെന്നായാലും ഒരു രേഖയായിട്ട് അവിടെ കിടക്കുകയും മുനമ്പൻ ജനതയ്ക്ക് അവരുടെ തലമുറകൾക്ക് എന്നെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വേണ്ടി വന്നാൽ ആ രേഖകൾ ഈ ട്രൈബ്യൂണലിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് വഖഫ് ബോർഡിന് ആൻസർ പറയാൻ പറ്റാത്ത കാര്യങ്ങളും തെളിവുകളും വെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ ജോസഫും അദ്ദേഹത്തിന്റെ 5 കൂട്ടുകാരും ചേർന്നിട്ട് പുതിയ ഒരു ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും വിധി തന്നെ ഒരിക്കലും വരില്ല. അതിനു മുമ്പ് തന്നെ ഈ സെക്ഷൻ 2A മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും. എന്തായാലും എല്ലാം കൊണ്ടും ഈ
ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കളായ കള്ളന്മാർക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ വാട്ടർലൂ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. താങ്ക് യു.